ഹായ്, എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം എടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഈ വീട് വരുന്നത്. 3 സെന്റിൽ 1700ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി റൂമും ഈ വീടിന് നൽകിയിരിക്കുന്നു. നല്ലൊരു വില്ല പ്രൊജക്റ്റിന്റെ ഭാഗമായാണ് ഈ വീട് വരുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് വീട് വരുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്റർ ദൂരവും ആലുവ ടൗണിലേക്ക് 7 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. മനോഹരമായ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇപ്പോൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. റോഡ് സൗകര്യങ്ങളെല്ലാം നല്ല വലിപ്പത്തിൽ തന്നെയുണ്ട്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യമാണ് ഈ വീടിൻ്റെ മുൻവശത്തെ റോഡിന് നൽകിയിരിക്കുന്നത്. റോഡാണെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ വീടുകളിലും ഓൾറെഡി താമസം തുടങ്ങിയതാണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്കാണ് നൽകിയിരിക്കുന്നത്. ഒരേ സമയത്ത് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായ ഗേറ്റ് ഈ വീടിന് അവൈലബിൾ ആണ്. കടുപ്പക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. എറണാകുളം ടൗണിൻ്റെ ഏതൊരു ഭാഗത്തേക്കായും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് ഇറങ്ങി ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഒരു 500 മീറ്റർ മാത്രം ദൂരമാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. ബസ് റൂട്ടിൽ നിന്നും 500 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മെയിൻ ഡോറ് ഒരു വളിയിലാണ് ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ കൊത്തുപണികൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മൾ ഈ കടന്നു ചെല്ലുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് സൈഡാണെങ്കിലും കളമശ്ശേരി ഭാഗത്തേക്കായാലും കളമശ്ശേരിയിലേക്ക് എല്ലാം ഒരു 6-7 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇവിടുന്ന് വരുന്നുള്ളൂ. പെരുമ്പാവൂർ ഭാഗത്ത് ആലുവ ഭാഗത്തേക്കായാലും പട്ടിമറ്റം കോലഞ്ചേരി പുത്തൻകുരിശ് ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു 10-12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി ഇവിടുത്തെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. സെറയാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ അടുത്ത് തന്നെയായി നമുക്കൊരു ധാരാളം ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. കട്ട്ലറി ക്രോക്കറികൾ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. വാട്ടർ സോഴ്സിനായി കിണർ വെള്ളം നമുക്കിവിടെ കാണാവുന്നതാണ്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മിറർ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 12-14 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനുവേണ്ടി ജാഗ്വറും സെറയുമാണ് ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡുകൾ. ഇനി ആ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് കാൻഡിലിവർ സ്റ്റെയർകേസാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി GS കോട്ടും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ വലിപ്പത്തിലുള്ള TV വയ്ക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ നിന്നും 2 ബെഡ്റൂമുകളിലൊക്കെ എൻട്രി വരുന്നുണ്ട്. 2 ബെഡ്റൂമുകൾ കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയുമാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഒരു 4 കമ്പാർട്ട്മെൻ്റ് ആണ് ഇവിടുത്തെ വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. മിറർ യൂണിറ്റ് എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
വാൾ മൗണ്ട് ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലെ ടൈൽസ് ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും എക്സോസ് സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്കും ഒരു എക്സിറ്റ് വരുന്നുണ്ട്. ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല നീളത്തിലുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയ ബാൽക്കണി തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഹാൻഡിലിനെ ടഫൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമുകളാണ്. എല്ലാ ബാത്റൂമുകൾക്കും സെറിയും ജാഗൂർ ബാൻഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക് ഐറ്റംസ് എല്ലാം വീഗാർഡും ലഗ്രാൻഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡുകൾക്കായി ആഞ്ഞിലി മരങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം എടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും 500 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീട് 3 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസുമായാണ് വരുന്നത്. മനോഹരമായ ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാം ഉള്ള 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായ ലൊക്കേഷനാണ്. ഇതിൻ്റെ വില വരുന്നത് 75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. എടപ്പള്ളിയിൽ നിന്നാണെങ്കിൽ 7 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. 75 ലക്ഷം രൂപ മാത്രമാണ് വീടിന് ചോദിക്കുന്ന വില. തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.